ഒരു ഫിനാൻഷ്യൽ സക്സസ് എന്ന് പറയുന്നതിന് 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഫിനാൻഷ്യൽ സക്സസിന് വേണ്ടിയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒരു ഇൻഷുറൻസ് ബേസ്ഡ്, അതായത് ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് എന്ന 3 കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഇൻകത്തിനെയും ലൈഫിനെയും ഹെൽത്തിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴാണ് ഫിനാൻഷ്യൽ സക്സസിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സേവിങ്സ് ആണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അതിനെ മറികടക്കാൻ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരു ഫണ്ട് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരു പെട്ടെന്ന് ലിക്വിഡിറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സേവിങ്സ് FD ആയിട്ടോ, അല്ലെങ്കിൽ ബാങ്കിലെ സേവിങ്സ് ആയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരു കയ്യിലാണെങ്കിൽ പോലും ഒരു എമർജൻസി സിറ്റുവേഷനെ നമുക്ക് മറികടക്കാൻ വേണ്ട ഒരു ഫണ്ട് കരുതി വെക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ സേവ് ചെയ്തുകൊണ്ട് മാത്രം അത് വളരില്ല, അല്ലെ? നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. അതിന് വളർച്ച ഉണ്ടാവുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞ ബാങ്കിൽ വെറുതെ സേവിങ്സിലൊക്കെ ഇട്ട് വയ്ക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ലീപ്പിംഗ് മണിയാണ്, ഡെഡ് മണിയാണ്. അത് വളരുന്നില്ല. പക്ഷേ നമ്മൾ അതിനെ നല്ല രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്, SIP, അതുപോലെ ULIP, അതായത് ഇൻഷുറൻസ് പ്രൊട്ടക്ഷനോട് കൂടിയുള്ള മാർക്കറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണം വളരുകയും ചെയ്യും, നമുക്ക് അത് ഒരു ഫിനാൻഷ്യൽ സക്സസിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സക്സസിന് ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം വരുന്നത്. അതിന് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഫിനാൻഷ്യൽ സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കുക. നമ്മൾ ഒരു പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് പതുക്കെ നിർത്തിയിട്ട് മണി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പോഴാണ് ഫിനാൻഷ്യൽ സക്സസ് ഉണ്ടാവുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനകരമാവുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ഞങ്ങളുടെ ചാനലുകൾ ഫോളോ ചെയ്യുക. ഏതെങ്കിലും രീതിയിലുള്ള ഗൈഡൻസിനോ കൂടുതൽ വിവരങ്ങൾക്കോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ടേക്ക് കെയർ.